വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് ടേമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ജൂലിയ और लूना कहानी का हमसे पढ़े और 1 से 3 तक के प्रश्नों की उत्तर लिखे. ജൂലിയ और ലൂന എന്ന കഹാനിയിലെ ഒരു പാരഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ നൽകിയിരുന്ന ക്വസ്റ്റ്യന് ഉത്തരം എഴുതണം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगा. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बच गए. सही प्रस्ताव चुनकर लिखे. ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. സേഠ് പേഡ് കാട്ടനേമേയും അസഫൽ ഹോവ. വൃക്ഷം വെട്ടുന്നതിൽ സേഠ് പരാജയപ്പെട്ടു. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. ജൂലിയ ने सेठ से ऐसा वादा क्यों ले लिया? എന്തുകൊണ്ടാണ് ജൂലിയ സേഠിനോട് ഇനി ഒരു വൃക്ഷവും വെട്ടാൻ പാടില്ല എന്ന് ഉറപ്പ് വാങ്ങിയത്? क्योंकि वह चाहती है कि वहाँ कोई भी किसी भी पेड़ को न काटना है. वह प्रकृति का संरक्षण करना चाहती है. ജൂലിയ ആഗ്രഹിക്കുന്നു ആരും തന്നെ ഒരു വൃക്ഷത്തെ വെട്ടാൻ പാടില്ല എന്നും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുകൂടി ജൂലിയ ആഗ്രഹിച്ചിരുന്നു. 738 दिनों के बाद जूलिया ने लूना का संरक्षण करने के लिए पेड़ पर ही रहा. इस पर एक समाचार तैयार करें. ലൂന के संरक्षण करने के लिए एक പോസ്റ്റർ तैयार करें. ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ജൂലിയെക്കുറിച്ചുള്ള ഒരു സമാചാര പത്രമാണ്, അല്ലെങ്കിൽ ലൂനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്ററാണ്. രണ്ടിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലുണ്ട്, നോക്കി പഠിക്കുക. സൂചന पेड़ कविता का एक हमसे पढ़े 4 से 6 तक के प्रश्नों के उत्तर लिखे. पेड़ കവിത നൽകിയിട്ടുണ്ട്. ഈ കവിത വായിച്ചിട്ട് താഴെ കാണുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക. पेड़ तुम पेड़ नहीं तुम दर्जी. तुमने कितने सिले घोंसले कितनी सिली हवाएं. धूप सिली तो बिखर गई कतरन कतरन छायाएं. पेड़ तुम पेड़ नहीं तुम दर्जी. कवि ने पेड़ का किस रूप में वर्णन किया? കവി ഇവിടെ വൃക്ഷത്തെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ദർജി ആയിട്ടാണ്. ദർജി കെ രൂപമി വർണ്ണൻ കിയ. ധൂപ് കെ സിൽനെ പർ ഛായായെ ബിഖർ ഗയി. യഹ് ആശയ വാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖെ. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ധൂപ് സിലി തോ ബിഖർ ഗയി ഖതറൻ ഖതറൻ ഛായായി. സൂചന हाजी की कहानी का एक हमसे पढ़े प्रश्न 7 और 8 के उत्तर लिखे. किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती. तब वह हाजी के साथ सड़क पर बैठकर रोती रहती और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अजरज करती. वाक्य विस्तार करे. स्टेशन में प्रोफेसर का रोस. ഹാജീനെ ഇന്തസാർ കിയ. ഹാജി പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ സെൻറ്റൻസിനെ ഈ 3 വാക്കുകൾ ഉപയോഗിച്ച് വേറൊരു 3 സെൻറ്റൻസ് ആക്കി എഴുതുക എന്നാണ്. ഹാജീനെ പ്രൊഫസർ का इंतज़ार किया. हाजी ने स्टेशन में प्रोफेसर का इंतज़ार किया. हाजी ने रोज़ स्टेशन में प्रोफेसर का इंतज़ार किया. क्वेश्चन 8. हाजी के इंतज़ार के बारे में प्रोफेसर की पत्नी अपनी बेटी के नाम पत्र लिखकर बताती है. वह पत्र लिखें. പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഹാജിയെക്കുറിച്ച് പ്രൊഫസറിൻ്റെ വൈഫ് മകൾക്ക് കത്തെഴുതുന്നു. അതെങ്ങനെയായിരിക്കുമെന്നാണ് എഴുതേണ്ടത്. ലെറ്റർ എഴുതുമ്പോൾ പ്ലേസും ഡേറ്റും കൊടുക്കും. ടോക്കിയോ ഡേറ്റ് കൊടുത്തു. 1923 ഇവിടെ കൊടുത്തത് ഈ സംഭവം നടന്നത് 1923ലാണ്. മേരി പ്യാരി ബേട്ടി തു കൈസി ഹേ. നിനക്ക് സുഖമാണോ? കുശൽ ഹേന. പഠായി കൈസേ ചൽ രഹി ഹേ. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ബേട്ടി കൽമീം പിതാ की कब्र पर फूल चढ़ाने के लिए गई. മോളെ, ഞാൻ ഇന്നലെ അച്ഛൻ്റെ കബ്റിൽ പൂ അർപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. സഡക് पर मैंने हाजी को देखा. റോഡിൽ വെച്ച് ഞാൻ ഹാജിയെ കണ്ടു. हमारे हाजी अब भी तेरे पिता का इंतज़ार कर रहा है. നമ്മുടെ ഹാജി ഇപ്പോഴും നിൻ്റെ അച്ഛനെ പ്രതീക്ഷിച്ചിരിപ്പാണ്. मैं कुछ समय उसके साथ बैठे. ഞാൻ കുറച്ച് സമയം അവനോടൊപ്പം ഇരുന്നു. अपने मालिक के साथ हाजी का प्यार बहुत पवित्र है. തൻ്റെ യജമാനോട് ഹാജിക്കുള്ള സ്നേഹം വളരെ പവിത്രമാണ്. വഹ് അബ് ഭി റെയിൽവേ സ്റ്റേഷൻ മേ പ്രൊഫസർ കാ ഇന്തസാർ കർ രഹാ ഹെ. അവൻ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഫസറെ പ്രതീക്ഷിച്ചിരിപ്പാണ്. അരെ ബേട്ടി തു കബ് ആവോഗി. നീ എപ്പോൾ വരും?
ജവാബി പത്ര സരൂർ ലിഖന മറുപടി കത്ത് തീർച്ചയായും എഴുതണം. തേരി മാം. बाबा और बाबा की छड़ी कविता का एक हम्स पढ़े और प्रश्न 9 और 10 के उत्तर लिखे. एक कदम वो चलती है, एक कदम वो चलता है. बाबा और बाबा की छड़ी दोनों में कोई अकेला चल नहीं सकता. हाथ अगर छूटे तो दोनों गिर पड़ते हैं. एक कदम वो चलता है, हम वो कौन है? हम वो बाबा है. कवि और कविता का परिचय देकर कविता का आशय लिखे. अथवा स्कूल सभा में बाबा और बाबा की छड़ी कविता का परिचय करने के लिए टिप्पणी लिखे. प्रस्तुत पंक्तियाँ बाबा और बाबा की छड़ी नामक कविता से ली गई है. यह कविता गुलजार ने लिखा है. गुलजार हिंदी फिल्मों के प्रसिद्ध गीतकार है. इस कविता में कवि एक बोटा और उसकी छड़ी के बारे में बता रहे हैं. एक कदम छड़ी चलती है तो एक कदम बाबा चलता है. वे दोनों में कोई अकेला चल नहीं सकता. अगर हाथ छूटे तो दोनों गिर पड़ते हैं. छड़ी और बाबा दोनों एक दूसरे के सहारे ही चल सकते हैं. जूलिया और लूना कहानी का एक अंश पढ़े और प्रश्न 11 और 12 के उत्तर लिखे. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. एक लड़की ने उन्हें देख लिया. वह चट पेड़ पर चढ़ गई. आदमियों ने पहले उसे समझाया, फिर धमकाया, बहुत डराया. उन्हीं में निहित सर्वनाम कौन सा है? वेयान. उपयुक्त प्रसंग के आधार पर ജൂലിയ और ആദ്മിयों के बीच की संभावित बातचीत लिखे. അവിടെ മരം വെട്ടാൻ വന്ന ആൾക്കാരും ജൂലിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. हाजी की कहानी का यह अंश पढ़े. प्रश्न 13 से 15 तक के उत्तर लिखे. हाजी का अर्थ होता है 8. वह अंग जिसे पूरा जापान सौभाग्यशाली मानता है. लेकिन पिल्ला ऐसी मजबूर हालत में था कि लगे भाग्य का मारा. इस अंग को पूरा जापान सौभाग्यशाली मानता है. 8. नमूने के आंसर लिखे. आदमी पेड़ काटेगा, आदमी पेड़ काटता है. लड़की पेड़ पर चढ़ेगी, आदमी पेड़ पर चढ़ता है. दिस क्वेश्चन सही मिलान करे. प्रोफेसर हाजी को कर लाता है. प्रोफेसर हाजी को ढूंढती है. पत्नी अजरज हो जाती है. हाजी प्रोफेसर का इंतजार करता है. नीचे दिए खंड पढ़े और प्रश्न 16 और 17 के उत्तर लिखे. एक दिन शीरिन बहुत खुश होते हुए घर वापस आई. उसने अपना बस्ता फेंका और चिल्लाती हुई बोली, हमें एक अच्छी खबर है. अगले इतवार हमारा स्कूल हमें घुमाने ले जा रहा है. हम चिड़ियाघर जाएंगे और वहाँ इकट्ठे बैठकर पिकनिक मनाएंगे. शीरिन बहुत उत्साहित थी. ഷിറിൻ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അവളുടെ സ്കൂളിൽ നിന്നും പിക്നിക്ക് പോകുന്നുണ്ട് സൺഡേ. അത് അമ്മയോട് പറയുന്നതാണ് ഈ പാരഗ്രാഫിലുള്ളത്. ഷിറിൻ ഖുഷ് थी क्यों? ഷിറിൻ വളരെയധികം സന്തോഷിച്ചു. എന്താണ് കാരണം? अगले इतवार ഷിറിൻ स्कूल से घुमाने के लिए जाएगी. इस खंड के आधार पर 2 प्रश्न बनाए. ഈ പാരഗ്രാഫിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. एक अच्छी खबर है. अगले इतवार हमारा स्कूल हमें घुमाने ले जा रहा है. ये वाक्य किसने कहा? ഷിറിൻ കിസ്സെ ബോലി. വാക്യം ആരാണ് പറഞ്ഞത്? അവൾ ആരോടാണ് പറഞ്ഞതെന്ന്. സ്കൂൾ പിക്നിക് മീം ഷിറിൻ കഹാൻ ജായേഗി? ചിടിയാഘർ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് ക്യാ, കിസ്നെ, കഹാം, ക്യോം, കിസ്സെ ഈ വാക്കുകൾ നമുക്ക് ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. ഇതുപോലെയുള്ള മാതൃക അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലാസ് കാണുന്നതോടൊപ്പം ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു.